ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തോ പറ്റി? എന്താ മക്കളെ? എന്താ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ബോധം പോയതാണ്. മാറിക്ക് വണ്ടി. സാറ് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. അത് ശരി. വന്ന് കയറുന്നതിന് മുമ്പ് നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നോ? സെക്യൂരിറ്റി, ഇയാളെ പിടിച്ച് പുറത്താക്കണോ? പാടോ. സാർ എന്തേ കാണിക്കുന്നേ? എനിക്കൊന്നും കേക്കണ്ട. ഇയാളോട് പോകാനല്ലേ പറഞ്ഞേ? പിടിച്ച് പുറത്താക്കണോ? പോരുത്. പാടോ. സാർ, ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. പിടിച്ചോണ്ട് പോടോ. എന്റെ ശരീരത്ത് തൊട്ട് പോരുത്. ചവിട്ടി പുറത്താക്കണോ? ഓടോട്ട്. ഇയാളൊക്കെ എവിടെ? ഹലോ, എന്തായി? മേഡം പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഗുഡ്. അറിയാലോ, ഞാൻ വലിയൊരു റിസ്ക് എടുത്തിരിക്കുന്നത്. നല്ല പ്രൊഫൈലായിരുന്നു അയാളുടേത്. MD ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? അതിനുള്ള മറുപടി ഞാൻ തന്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം പറയും. മതി, അത് മതി. മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അരമണിക്കൂറിനുള്ളിൽ താൻ ആവശ്യപ്പെട്ട പണം തന്റെ കയ്യിലെത്തും. താങ്ക് യു മാഡം. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഹലോ ഹലോ, കട്ട് ചെയ്തോ? ഇതുകൂടി അവന് താങ്ങാൻ കഴിയില്ല. അവനല്ലേ ഇപ്പൊ അവരുടെ സംരക്ഷകൻ. ഇതിനു പിന്നിൽ മാഡമാണെന്ന് അവൻ തിരിച്ചറിയില്ലേ? അറിയട്ടെ. ശത്രുവിനോട് യുദ്ധം ചെയ്യുമ്പോ ഒളിച്ചിരിക്കുന്ന ശീലം എനിക്കില്ല. നേർക്കുനേർ. സേതുമാധവൻ മരിച്ചു. ആ കുടുംബം നാനാവിധമായി. മാഡം ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കി. അവരെ കൊണ്ടിനി ഒന്നിനും ആവില്ല. അങ്ങനെ എഴുതിത്തള്ളാൻ വരട്ടെ. ഇപ്പോഴും അവരാ കേസിന് പിന്നാലെ തന്നെയാ. പുതിയൊരു വക്കീലിനെ അന്വേഷിക്കുന്നുണ്ടെന്നാ ഞാൻ കേട്ടത്. അതിനൊരു നല്ല വക്കീലിനെ വെക്കാൻ പോലും അവരുടെ ഈ പണമില്ല. അവരെ തകർക്കാൻ ഞാൻ എന്തും ചെയ്യും. അവരുടെ പിന്നാലെ എപ്പോഴും ഞാൻ ഉണ്ടാവും. അവർക്ക് രക്ഷപ്പെടാനുള്ള ഓരോ അവസരവും ഞാൻ തകർക്കും. ഒടുവിൽ മുന്നോട്ട് ജീവിക്കാൻ വയ്യാതെ രക്ഷിക്കണേന്ന് യാചിച്ച് എന്റെ കാൽച്ചൂട്ടിൽ വരും. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അവർ മാഡത്തിന്റെ മുന്നിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നില്ലെങ്കിൽ വരുത്തും ഞാൻ. എന്നിട്ട് എന്റെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കും ഞാൻ എല്ലാത്തിനെ. എന്നെ ഭരിക്കാൻ നീ ആരാ? ഇറങ്ങിപ്പോടോ. സാറ് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. വന്ന് കയറുന്നതിന് മുമ്പ് നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നോ? ഇയാളെ പിടിച്ച് പുറത്താക്കണോ? ഹലോ. എന്താ അനുപേട്ട, ശബ്ദത്തിനൊരു തളർച്ച പോലെ? ഏയ്, ഒന്നുമില്ല. അനുപേട്ട ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല. എന്താ അനുപേട്ട ഇത്? രാവിലെ വൈകിയെന്നും പറഞ്ഞ് ഇവിടെ നിന്നൊന്നും കഴിക്കാതല്ലേ പോയത്? അപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ സമയത്തിന് വല്ലതും കഴിക്കണോന്ന്. ഇതിനിടയ്ക്ക് ക്യാൻറ്റീനിന്ന് കഴിച്ചൂടായിരുന്നോ? നീ ഫോൺ വയ്ക്കേ, ഞാൻ പിന്നെ വിളിക്കാം. കുറച്ച് അത്യാവശ്യ ജോലിയില്ല ഞാൻ. അല്ലെങ്കിലും അനുപേട്ടൻ ഇങ്ങനെയാ. ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ജോലി ജോലി ജോലി. ഇങ്ങനെയുണ്ടൊരു മനുഷ്യൻ.
സോറി. താനെന്താ ചാവൻ ഇറങ്ങാണോ? ആണെങ്കിലേ വല്ല റെയിൽവേ ട്രാക്കിലും കൊണ്ട് തലവെക്ക്. വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. സോറി. തന്നോട് പറഞ്ഞ കേട്ടില്ലേ? മാറിക്ക അങ്ങോട്ട്. ചേച്ചി ഒരു ഡ്രിങ്ക്സ് ചെയ്യുന്നേ. ഒരു സോഡ. ഞാനിപ്പോ കടയിലാ. പെട്ടെന്ന് അങ്ങോട്ട് വരാം. ചേട്ടാ എന്തുപറ്റി? ഹലോ ഹലോ ചേട്ടാ എണീറ്റേ. എന്തോ പറ്റി? എന്താ മക്കളെ? ബോധം പോയതാ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. എന്താ ബോധം പോയതാണ്. മാറി നിൽക്കേ. പിടിച്ചു വണ്ടി. എങ്ങനെയുണ്ട്? തലവേദന കുറവുണ്ടോ? കുറയുന്നില്ല. ഒന്ന് നിർത്തിയേ. എന്താ എന്തുപറ്റി? അറിയില്ല, ഒരാളവിടെ കുഴഞ്ഞു വീണു. എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. വേഗം മുന്നിലേക്ക് ഇരിക്കാം. താൻ ഫ്രണ്ടിലേക്ക് വാ.